ഒരു കുട്ടിയെ കൊണ്ടുവന്ന ഒരു മദർ പറഞ്ഞതിനോട് ഈ വിരശല്യത്തിന് മരുന്ന് കൊടുത്തു കൊടുത്ത് മടുത്തു എന്ന്. കാരണം ഒരു വിരശല്യത്തിന് മരുന്ന് കൊടുക്കും, രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞ് വീണ്ടും വിരശല്യം വരും, വീണ്ടും കാണിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ബ്രാൻഡ് മരുന്ന് എഴുതി കൊടുക്കും. അങ്ങനെ ഇത് അടിക്കടി മരുന്ന് കൊടുക്കേണ്ടി വരുന്നു, വീണ്ടും വീണ്ടും വിരശല്യം വരുന്നു എന്ന് പറയുന്നു. ഇത് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ യഥാർത്ഥ പ്രോബ്ലം അറിയാതെ ഇതൊരിക്കലും മാറില്ല. വീണ്ടും വീണ്ടും ഒരു കാരണവശാലും മരുന്ന് കൊടുക്കരുത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഒരു കുട്ടിക്ക് വിരശല്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മലദ്വാരത്തിന് ചുറ്റും അതുപോലെ ബട്ടക്സിന്റെ ഏരിയയിലൊക്കെ ഈ വിരകൾ ആയിരക്കണക്കിന് എഗ്സ്, അതായത് മുട്ടകളിടും. കുട്ടി സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് വിരലിന്റെ ടിപ്പില് അതുപോലെ തന്നെ നഖത്തിന്റെ ഇടയിലൊക്കെ ഈ മുട്ടകൾ ട്രാപ്പ് ആവും. അതുപോലെ ഈ മുട്ടകൾക്ക് അന്തരീക്ഷത്തിൽ ഏകദേശം 2 മുതൽ 3 ആഴ്ച സർവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കുട്ടിയായിട്ട് മറ്റുള്ളവർ ഇടപഴകുമ്പോൾ ഈ കുട്ടിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഈ വിരശല്യം ട്രാൻസ്ഫർ ആവാം. ബാത്റൂമിൽ പോയി കഴുകി കൊടുക്കുന്ന സമയത്തും ട്രാൻസ്ഫർ ആവാം. ഈ കുട്ടീന്റെ കൈയിന്റെ വിരലിനിടയിലുള്ള മുട്ടകളെല്ലാം മറ്റുള്ളവരുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഹാച്ച് ചെയ്തിട്ട് അവർക്കും വിരശല്യം വരാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊരു കുട്ടിക്ക് വിരശല്യം ഉണ്ടെങ്കിൽ മുതിർന്നവരിലും വിരശല്യം ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. മുതിർന്നവർ പലപ്പോഴും ലക്ഷണങ്ങൾ കാണിക്കില്ല, അല്ലെങ്കിൽ അവർ സൈലന്റ് കാരിയേഴ്സ് ആയിരിക്കും. അവർക്ക് ഈ വിരശല്യം മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മൾ ആ വിരശല്യമുള്ള ഒരു കുട്ടിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടിയുടെ ശരീരത്തിലുള്ള ജീവനുള്ള വിരകളെ ആ മരുന്ന് നശിപ്പിക്കുന്നു. എന്നാലോ കുട്ടിയുടെ നഖത്തിന്റെ ഇടയിലുള്ള ട്രാപ്പായിട്ടുള്ള മുട്ടകളോ അല്ലെങ്കിൽ മറ്റുള്ള അംഗങ്ങളുടെ ശരീരത്തിലുള്ള വിരകളോ ഈ മരുന്ന് നശിപ്പിക്കുന്നില്ല. നമ്മൾ ആ മരുന്ന് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ശരീരത്തിലുള്ള വിരകൾ പോകും. ഈ കുട്ടി മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ ഈ മറ്റുള്ളവരെ ശരീരത്തിലുള്ളവരെ കുട്ടിക്ക് വീണ്ടും കിട്ടാം. അതുപോലെ തന്നെ കുട്ടി കൈ വായിലിടുന്ന സമയത്ത് നഖത്തിന്റെ ഇടയിലുള്ള മുട്ടകൾ ശരീരത്തിലെത്താം. അത് വീണ്ടും ഹാച്ച് ചെയ്തിട്ട് വീണ്ടും വിരശല്യം വരാം. അപ്പൊ നമ്മൾ ഈ മരുന്ന് എഫക്റ്റ് ആവാത്തതുകൊണ്ടല്ല, നമ്മൾ ഇതിന്റെ ഈ വിരശല്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രോസസ്സ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വരുന്നത്. ഇത് നമ്മൾ ഡീൽ ചെയ്യണമെങ്കിൽ ഒരു 3 സ്റ്റെപ്പ് സ്ട്രാറ്റജിയാണ്. ഒരു കുട്ടിക്ക് വിരശല്യം ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള 6 മാസത്തിന് ശേഷമുള്ള എല്ലാവർക്കും ഒരുമിച്ച് മരുന്ന് കൊടുക്കുക. മുതിർന്നവർക്ക് ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും മരുന്ന് കൊടുക്കുക. അതിനുശേഷം ഇത് എല്ലാവർക്കും ഒരേ ദിവസം വേണം കൊടുക്കാൻ. അതിനുശേഷം 14 ദിവസം കഴിഞ്ഞുള്ള ഒരു ദിവസം കലണ്ടറിൽ മാർക്ക് ചെയ്യുക അപ്പോൾ തന്നെ. എന്നിട്ട് ആ 14ാമത്തെ ദിവസം മരുന്ന് കൊടുക്കുക. ഈ രണ്ടാമത് എന്തിനാ മരുന്ന് കൊടുക്കുന്നത്? ഈ കുട്ടിയുടെ ശരീരത്തിൽ ഓൾറെഡി എക്സ് ഉണ്ടെങ്കിൽ അത് ഹാച്ച് ചെയ്തിട്ട് വീണ്ടും വിരകളായിട്ടുണ്ടാവും. അതിനെയും കൂടി കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും മരുന്ന് കൊടുക്കുന്നത്. ഇതും എല്ലാവരിലും കൊടുക്കണം. പിന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ടത്, ഈ വിരശല്യത്തിന് മരുന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ അണ്ടർവെയർ, വിരിപ്പ് ഇതൊക്കെ ചുടുവെള്ളത്തിൽ അലക്കുക. അതുപോലെ നഖമെല്ലാം വെട്ടി സൂക്ഷിക്കുക. നഖത്തിന്റെ ഇടയിൽ ബ്രഷ് കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതുപോലെ തന്നെ ബാത്റൂമിൽ പോയതിനു ശേഷം എല്ലാം കൃത്യമായിട്ട് കൈ കഴുകുന്നുണ്ട്, ഹൈജീൻ പ്രാക്ടീസ് എല്ലാം കൃത്യമായിട്ട് അവർ നോക്കുന്നുണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം.